ഗായത്രി ദേവി ഡൽഹിയിൽ 2 മക്കളും 2 മരുമക്കളുമായി താമസിക്കുകയായിരുന്നു. കുറെ വർഷം മുമ്പ് അവർ ഗ്രാമം വിട്ടിങ്ങോട്ട് വന്നു. അത് കാരണം 2 ആൺമക്കളുടെയും പഠിത്തവും വിവാഹവുമൊക്കെ നഗരത്തിൽ തന്നെ നടന്നു. 2 മരുമക്കളും നഗരത്തിലുള്ളവര് തന്നെ. ഗായത്രിക്ക് 2 മരുമക്കളെയും അവളുടെ ഗ്രാമത്തിലേക്ക് കുടുംബക്ഷേത്രത്തിൽ തൊഴിയിക്കണമെന്ന ആഗ്രഹം. അതേന്നെ, ഇളയമോന്റെ കല്യാണവും കഴിഞ്ഞ് എനിക്ക് ആഗ്രഹം നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ അവര് പോയി തൊഴണമെന്നാ. നീ പറഞ്ഞത് ശരിയാ ഗായത്രി. 2 ദിവസം കഴിഞ്ഞ് നമുക്ക് അവരെയും കൂട്ടിക്കൊണ്ട് പോകാം. അങ്ങനെ ഗായത്രി 2 മരുമക്കളോട് ഇത് പറയാനായിട്ട് പോകും. രശ്മി, കാവ്യ, ഗ്രാമത്തിലേക്ക് പോകാൻ ഒരുങ്ങിക്കോളൂ. ഗ്രാമത്തിൽ പോകാനോ? അതെ, കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴണം. അതിന് നമ്മളെല്ലാവരും പോകണം. അമ്മ, അവിടുത്തെ പൂജയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ചെയ്താ പോരെ? ഇപ്പൊ ഗ്രാമത്തിലേക്ക് പോണം നിർബന്ധമുണ്ടോ? അയ്യോ, പോവാണ്ട് പറ്റില്ല. നമ്മുടെ നാട്ടിൽ ചെന്നാ അവിടെ നമ്മുടെ ബന്ധുക്കളൊക്കെ ഉണ്ട്. നിങ്ങളെ കണ്ടിട്ടില്ല അവര്. അവിടെ പോയി അനുഗ്രഹം മേടിക്കണം. രശ്മിയും കാവ്യയും പരസ്പരം നോക്കാൻ തുടങ്ങി. അമ്മായിയമ്മ പറഞ്ഞത് കേൾക്കുക അല്ലാണ്ട് അവരുടെ കയ്യിൽ വേറെ വഴിയില്ലായിരുന്നു. അങ്ങനെ ഗ്രാമത്തിലേക്ക് പോവാൻ അവര് തയ്യാറായി. കുറച്ചു ദിവസത്തിന് ശേഷം ട്രെയിനിൽ അവര് നാട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയ ഉടനെ അമ്മായിയമ്മയുടെ രൂപം മാറി. തലയിൽ ദുപ്പട്ട ഇടും മോളെ. എന്തിനാ അതൊക്കെ ചെയ്യണേ? അതേ മോളെ, ഇത് ഗ്രാമമാ. ഇവിടെ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. അത് ചെയ്തേ പറ്റൂ. മക്കളെ, ഞാൻ പറയണതങ്ങ് കേട്ടാ മതി. നഗരത്തിലെ പോലെ ഇവിടെ നടക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെ മര്യാദയ്ക്ക് നടന്നാ മറ്റുള്ളവരൊന്നും പറയൂല. അങ്ങനെ 2 മരുമക്കളും തലയിൽ തട്ടമിട്ട് അവരുടെ ഗ്രാമത്തിലെത്തി. അവിടെ ഒരു വീടുണ്ടായിരുന്നു. അത് പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു. ആ വീട്ടിൽ ആകെ 2 മുറികളെ ഉണ്ടായിരുന്നുള്ളൂ. അടുക്കളയും ഒരു മുറിയൊന്നുമല്ല. കുറെ നാൾക്ക് ശേഷം നാട്ടിലെത്തിയതാ. അതുകൊണ്ട് തന്നെ വീട് മുഴുവൻ പൊടിയും വലയൊക്കെയായിരുന്നു. നമ്മള് വരുന്നതിന് മുൻപ് ഇവിടത്തെ ചേച്ചി വൃത്തിയാക്കിയതായിരുന്നു വീടൊക്കെ. എന്നാലും വർഷങ്ങളൊക്കെ ആയിട്ട് വീട് അടഞ്ഞിരിക്കുകയല്ലേ. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഇത് വൃത്തിയാക്ക്. ഈ പണിയൊക്കെ തീർത്ത് മുറ്റത്താണ് അടുക്കള. അവിടെ പോയി ചായ ഇടണം കേട്ടോ. പിന്നെ ഒരു കാര്യം ഓർത്തോണം നിങ്ങള്. ഇത് ഗ്രാമമാണ്, നഗരമല്ല. ഇവിടെ അടിച്ചു വാരാനോ അടുക്കള ജോലി ചെയ്യാനോ ഒന്നിനും വേലക്കാരിയെ കിട്ടില്ല. എല്ലാം നിങ്ങൾ തന്നെ ചെയ്യണം കേട്ടോ. ശരി അമ്മ. മുറ്റത്തായിരുന്നു അവരുടെ അടുക്കള. അത് വലുതായിരുന്നു. അവരടുക്കളയിൽ എത്തിയപ്പോ അവര് ഞെട്ടി. അവിടെ വിറകടുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറെ നേരം കിടന്ന് ഊതിയിട്ടും ഒന്നും ശരിയായില്ല. കുറച്ചു കഴിഞ്ഞപ്പോ തീ കത്താൻ തുടങ്ങി. എന്റെ ദൈവമേ, ഈ ഒരെണ്ണം കൊണ്ട് തന്നെ എന്റെ ജീവശ്വാസം പോയി. ചേച്ചി, ഇതൊരു തുടക്കം മാത്രം. മുമ്പോട്ട് പോകുമ്പോ അറിയാം എന്തൊക്കെയാണെന്നിനി. മുറ്റത്തെ ഈ അടുക്കള നമ്മളെ പലതും കാണിച്ചു തരും. 2 മരുമക്കളും കൂടെ ചേർന്ന് എങ്ങനെയൊക്കെയോ അതില് ചായ ഉണ്ടാക്കും. വിറകടുപ്പിൽ അവർക്ക് ആകെപ്പാടെ മടുപ്പായി തുടങ്ങി. എന്നിട്ട് അവര് ആ ചായ എല്ലാവർക്കും കൊണ്ടുകൊടുക്കും. അങ്ങനെ അവിടെ ചിറ്റമ്മയും എത്തും. 2 മരുമക്കളും അവരുടെ അനുഗ്രഹം മേടിക്കും. നന്നായി വാ. നല്ല സംസ്കാരമുള്ള മരുമക്കളെയാ കൊണ്ടുവന്നത് ചേച്ചി. നഗരത്തിൽ നിന്ന് വന്നാന്ന് ഇവരെ കണ്ടാ പറയൂലേട്ടോ. എന്ത് നന്നായിട്ടെല്ലാം നോക്കി നടത്തുന്നേ. ഇവർക്ക് എങ്ങനെ അറിയാം നമ്മളെന്ത് കഷ്ടപ്പെട്ട ഇതൊക്കെ സെറ്റാക്കുന്നതെന്ന്. അങ്ങനെ അവരെല്ലാവർക്കും വേണ്ടി ആഹാരമുണ്ടാക്കും. മുറ്റത്തെ അടുക്കളയിൽ തുറന്ന വായുവിൽ ഭക്ഷണം ഉണ്ടാക്കുക. അതവരങ്ങ് ആസ്വദിക്കാനും തുടങ്ങി. തണുത്ത കാറ്റ്. എല്ലാവരും ഒരേ സ്ഥലത്ത് സംസാരിച്ചുകൊണ്ട് അങ്ങനെ കാറ്റുകൊണ്ടിരിക്കുന്നു. ആഹാരം കഴിച്ചു കഴിഞ്ഞു മുറ്റത്ത് തന്നെ പാത്രവും കഴുകാൻ തുടങ്ങി. അടുത്ത ദിവസം അടിച്ചൊക്കെ വാരി കുളിച്ച് നേരെ അടുക്കളയിലോട്ട് പോകും. അപ്പൊ അമ്മായിയമ്മ ഗായത്രി പറയും, മക്കളെ, ഇന്ന് നമുക്ക് കുടുംബക്ഷേത്രത്തിലോട്ട് പോണം. പ്രസാദമായിട്ട് പായസവും ഉണ്ണിയപ്പവും തെരളിയും അടയും ഒക്കെ ഉണ്ടാക്കണം കേട്ടോ. നമുക്ക് ഇവിടെ മിക്സി ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാ തേങ്ങ അരച്ചെടുക്കുക? നമ്മുടെ ഈ കൈകൊണ്ട് തന്നെ മക്കളെ. എന്ന് പറഞ്ഞാ അവിടെ അമ്മിക്കല്ലിരിപ്പുണ്ട്. പിന്നെ ചിരവ അവിടെ തന്നെ ഉണ്ട്. തേങ്ങ ചിരവിയിട്ട് അമ്മിക്കല്ല് അരച്ച് അങ്ങനെ ചെയ്താ മതി. ശരി അമ്മ. ഞങ്ങൾക്ക് തോന്നുന്നത് അമ്മ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ തന്നെയാണോ ഇവിടെ അടുക്കളയിൽ കൊണ്ടിട്ടേക്കണത്? ഞങ്ങൾ ഇതുവരെ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ. ചെയ്തിട്ടില്ലെങ്കി ഇപ്പൊ ചെയ്യ്. ഇത് ഗ്രാമമാണ്, നഗരമൊന്നുമല്ല. ഇവിടെ എന്തിനും കഷ്ടപ്പെട്ടേ പറ്റൂ. ഇത് പറഞ്ഞ അമ്മായിയമ്മ അവിടെ നിന്ന് പോവും. മോളെ, നമുക്ക് പെട്ടെന്ന് തന്നെ ജോലി തീർക്കാം. ഇല്ലെങ്കിലേ അവര് വീണ്ടും വരും ചെക്ക് ചെയ്യാനായിട്ട്. അവര് രണ്ടുപേരും പെട്ടെന്ന് പ്രസാദമുണ്ടാക്കാൻ നോക്കും. അമ്മിക്കല്ലിൽ അരയ്ക്കുന്നതിന്റെ ഇടയ്ക്ക് അവൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വന്നെങ്കിലും കാവ്യ അത് ആസ്വദിക്കുകയായിരുന്നു. ഇതിനു മുമ്പ് അവര് ഇതൊന്നും ചെയ്തിട്ടുമില്ലായിരുന്നു. കുറച്ചേരം കഴിയുമ്പോൾ അവര് പ്രസാദമൊക്കെ ഉണ്ടാക്കി കഴിയും. ആ മക്കളെ, പ്രസാദമൊക്കെ തയ്യാറായെങ്കിൽ നമുക്ക് കുടുംബക്ഷേത്രത്തിലേക്ക് പോകാം. അങ്ങനെ അവരെല്ലാവരും നേരെ കുടുംബക്ഷേത്രത്തിലെത്തി
ദൈവത്തിനെ പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ ചെയ്ത് പ്രസാദവും ഏൽപ്പിക്കും. അമ്മ ഇത്രയും വർഷത്തിന് ശേഷം ഇവിടെ വന്നപ്പോ എന്ത് മനസ്സുഖല്ലേ. എനിക്കാണെങ്കിൽ ചെറുപ്പകാലത്തിൽ ഇവിടെ വന്ന ഓർമ്മ മാത്രമേ ഉള്ളൂ. അതല്ലേ ഞാൻ പറയണേ, എവിടെയാണെങ്കിലും നമ്മള് ഇടയ്ക്കൊക്കെ കുടുംബക്ഷേത്രത്തിൽ വന്ന് തൊഴണമെന്ന്. ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് വീട്ടിലെത്തും. പ്രസാദം കഴിക്കുകയും ചെയ്യും. മുറ്റത്തെ അടുക്കളയിൽ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് എന്താ രുചി! കിടിലമായിട്ടുണ്ട്. ഇവിടുത്തെ ശുദ്ധമായ ജലവും പച്ചക്കറിയും ഒക്കെ ആഹാ, ഇവിടെ അടിപൊളിയാണല്ലേ. പിന്നെ അമ്മ പണ്ട് മധുരമുള്ള ലസ്സി ഉണ്ടാക്കി തരുന്ന ഓർമ്മയുണ്ടോ? പണ്ട് ചെറുപ്പത്തില്. ഈ ചൂടത്ത് നല്ല രസമായിരിക്കും. അതിനെന്താ മക്കളെ, ഞാൻ തന്നെ ഉണ്ടാക്കിയാ മതിയോ? നിങ്ങളുടെ ഭാര്യമാരും ഇതൊക്കെ പഠിക്കണ്ടേ? മക്കള് പോയിട്ട് ലസ്സി ഉണ്ടാക്കിക്കൊണ്ട് വാ. ഈ അമ്മ എന്താ നമുക്കിങ്ങനെ തീരുമ്പോ പണി തരാൻ? നമ്മളെന്താ കുപ്പിയെന്ന ഭൂതോ? സത്യം പറയാലോ, യൂട്യൂബ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് 8ന്റെ പണിയാണ് കിട്ടാൻ പോണത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാനാ? അമ്മ തന്നെ ചെയ്തേനെ. അങ്ങനെ എല്ലാവർക്കും വേണ്ടി അവര് ലസ്സി റെഡിയാക്കി അവരും അത് കുടിക്കും. അടുത്ത ദിവസം അവരെല്ലാവരും ഗ്രാമത്തിലൊന്ന് കറങ്ങി ഓരോ സ്ഥലത്തും പോയി ഫോട്ടോ ഒക്കെ എടുക്കും. അവർക്ക് ഗ്രാമം ഒരുപാട് ഇഷ്ടപ്പെട്ടു. 3 ദിവസം അങ്ങനെ കഴിഞ്ഞു. ഈ 3 ദിവസത്തിനുള്ളിൽ രേഷ്മിക്കും കാവ്യയ്ക്കും ഗ്രാമം ഒരുപാട് ഇഷ്ടമായി. അവരുടെ മുറ്റത്തെ അടുക്കളയിൽ അവർക്ക് ആഹാരമുണ്ടാക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷെ അവർക്ക് തിരിച്ചു പോകേണ്ട സമയവുമായി. ഞങ്ങൾക്ക് ഇവിടെ വന്ന ഗ്രാമത്തിലെ ഒരു ട്രിപ്പ് ഉണ്ടല്ലോ, അഡ്വഞ്ചറസ് ആയിരുന്നു. അതെ മോളെ, പക്ഷെ നാളെ രാവിലെ നമ്മൾ തിരിച്ച് നഗരത്തിലോട്ട് പോകാൻ പോവാ. പക്ഷെ നിങ്ങൾ സത്യമായിട്ട് പറയണം, ഗ്രാമത്തിലെ താമസവും ആഹാര രീതികളൊക്കെ എങ്ങനെയുണ്ട്? അമ്മ, ആദ്യത്തെ 2 ദിവസം ഞങ്ങൾക്ക് നരകം പോലെ തന്നെയായിരുന്നു. സത്യം പറയാലോ, അമ്മിക്കല്ലരച്ച കറികളും വിറകടുപ്പിലുണ്ടാക്കുന്ന ആഹാരത്തിന്റെയൊക്കെ രുചി അത് വേറെ ഒന്ന് തന്നെയാ. അടുപ്പിൽ വെച്ച ആഹാരമൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് അടുപ്പിൽ വെച്ച ആഹാരമൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായി. അതാണ് മോളെ ഞാൻ പറഞ്ഞത്, ഇവിടെ ഗ്രാമത്തിലെ ഭക്ഷണ രീതിയൊക്കെ ഒന്ന് ശീലിച്ച രസമാണ്. കഷ്ടപ്പാടാണെങ്കിലും ശീലമായി കഴിഞ്ഞാൽ എല്ലാം ശരിയാകും. പ്രത്യേകിച്ചും മുറ്റത്തെ അടുക്കളയല്ലേ, രസമാണ്. പോകുന്നതിന് മുമ്പ് 2 പേരും ചേർന്ന് മുറ്റത്തെ അടുക്കളയിൽ പോയി നോക്കി. 2 പേരുടെയും കണ്ണും നിറഞ്ഞു. മുറ്റത്തെ അടുക്കളയിൽ ആഹാരമുണ്ടാക്കുന്നതൊക്കെ അവർക്ക് നല്ല നല്ല ഓർമ്മകളായിട്ട് മാറി. ദീപ വിവാഹിതയായിട്ട് ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. വിവാഹം കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്നാണ് ദീപ വിചാരിച്ചിരുന്നത്. അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ അമ്മായിയമ്മയും അമ്മായിയച്ഛനും സഹോദരിയും പിന്നെ അവളുടെ ഭർത്താവുമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ദീപ ചിന്തിച്ചതിൽ നിന്നും നേരെ വിപരീതമായിരുന്നു കാര്യങ്ങളൊക്കെ. ദീപയുടെ അമ്മായിയമ്മയ്ക്ക് വളരെ ദൂരെ സ്ഥലങ്ങളിൽ വരെ ബന്ധുക്കളുണ്ടായിരുന്നു. ഓരോ ദിവസവും അവൾക്ക് പുതിയ പുതിയ വ്യത്യസ്ത അമ്മായിയമ്മമാർ വന്നുകൊണ്ടേയിരുന്നു. ദീപമോളെ, ഇത് നിന്റെ അമ്മായിയാണ്. അമ്മായിയുടെ കാലുതൊട്ട് അനുഗ്രഹം വാങ്ങോ. ദീർഘായുസോടെ ഇരിക്കൂ. ഇനി വേഗം തന്നെ ഞങ്ങൾക്കൊരു കൊച്ചുമകനെ കാണണം. നിനക്കറിയാമോ ദീപ, നമ്മുടെ നവീൻ ചെറുതായിരിക്കുമ്പോൾ എപ്പോഴും ഈ അമ്മായിയുടെ വീട്ടിൽ കളിക്കാൻ പോകുമായിരുന്നു. നവീന് അമ്മായിയെ വളരെ ഇഷ്ടമാണ്. മോളെ, അമ്മായിക്കൊരു പാൽ ചായ എടുത്തോളൂ. മധുരം കുറച്ച്. അമ്മായി സംസാരിച്ചിരുന്നപ്പോഴാണ് ഒരയൽക്കാരി വന്നത്. റാം റാം, സുമിത്ര ചേച്ചി സുഖമാണോ? ഓ, പുഷ്പ ചേച്ചിയും വന്നിട്ടുണ്ടോ? വരൂ കമലേഷ്. മോളെ, ഇത് നിന്റെ അമ്മായി തന്നെയാണ്. അവരുടെ അനുഗ്രഹം കൂടി വാങ്ങൂ. ഓ മോളെ, നീ ഇതുവരെ മേക്കപ്പ് ഒന്നും ചെയ്തില്ലേ? നീ ഇപ്പോൾ പുതുതായി വിവാഹം കഴിഞ്ഞ് വന്നതല്ലേയുള്ളൂ. അല്പം ലിപ്സ്റ്റിക്കും ഒരു പൊട്ടും വെച്ച് വരൂ. പുതിയ മരുമക്കൾ ഒരുങ്ങി നന്നായി വസ്ത്രം ധരിച്ച് നടക്കുന്നതാണ് കാണാൻ ഭംഗി. നീ പോയി ആദ്യം മേക്കപ്പ് ചെയ്യ്. അതിനുശേഷം എല്ലാവർക്കും ചായ ഉണ്ടാക്കി കൊടുക്ക്. ശരി. ദീപയ്ക്ക് മേക്കപ്പ് ഇടുന്നത് അത്ര ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ എല്ലാവരും ആവശ്യപ്പെട്ടപ്പോൾ അന്ന് അവൾ മേക്കപ്പ് ചെയ്തു. ഇത് പിന്നീടൊരു ദിനചര്യയായി മാറി. അമ്മായിയമ്മയുടെ ഏതെങ്കിലും ബന്ധുക്കൾ എന്നും വീട് സന്ദർശിക്കാൻ വരാറുണ്ടായിരുന്നു. ദീപമോളെ, ഇതെന്റെ ബാല്യകാല സുഹൃത്താണ് ശകുന്തള. ഇത് നിന്റെ അമ്മായി തന്നെയാണ്. കുറച്ചു ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഇത് ശകുന്തളയുടെ അനിയത്തി മാലതി. അവരുടെ മകളുടെ വിവാഹമാണ്. മരുമോളെ, മാലതി എന്റെ സഹോദരിയാണ്. ഇതും നിന്റെ അമ്മായി തന്നെയാണ്. മാലതിയുടെ കാലുതൊട്ട് വന്ദിക്കൂ. മതി മതി മോളെ, നന്നായിരിക്കട്ടെ. ശകുന്തള, നിന്റെ ബ്രീഫ് കേസ് മുറിയിൽ കൊണ്ടുവെക്ക്. എന്നിട്ട് കുറച്ചുനേരം വിശ്രമിക്ക്. ഉച്ചഭക്ഷണത്തിന് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാ മതി. ദീപ, ഞങ്ങൾ ഉള്ളിയും വെളുത്തുള്ളിയും ഇല്ലാത്ത ഭക്ഷണമാണ് കഴിക്കുന്നത്. അത് സാരമില്ല. നിങ്ങൾക്ക് വേണ്ടി അതൊന്നുമില്ലാതെ തന്നെ പ്രത്യേകം ഭക്ഷണം ഉണ്ടാക്കിക്കോളാം. ദീപമോളെ, ഇവർക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഇല്ലാതെ ഭക്ഷണം പാകം ചെയ്യണം. അതെ മോളെ, ശ്രദ്ധിക്കണം. പാത്രങ്ങളിൽ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും മണം പോലും ഉണ്ടാകാൻ പാടില്ല. പാത്രം ആദ്യം നന്നായി കഴുകി വൃത്തിയാക്കണം. ശരി ആന്റി. ഇവരെ ആന്റി എന്നോ അമ്മായി എന്ന് വിളിക്ക്. ഇവർ രണ്ടാളും നിന്റെ അമ്മായിയമ്മയെ പോലെ തന്നെയാണ്. ശരിയമ്മേ.
ഇതുവരെ എല്ലാം നന്നായിരുന്നു. പക്ഷേ ഒരു ദിവസം ദീപ നവീനോട് ഒരു ഔട്ടിങ്ങിന് പോകുകയായിരുന്നു. അതിനിടയിലാണ് നവീന്റെ അമ്മായിയും വലിയമ്മയും അവിടേക്ക് വരുന്നത്. ചായ ഇവിടെ വെച്ചേക്ക്. നീ എവിടെയെങ്കിലും പോവുകയാണോ മോളെ? നവീൻജിയോടൊപ്പം മാർക്കറ്റിലേക്ക് പോവുകയായിരുന്നു. ദീപമോളെ, ഈ വസ്ത്രങ്ങൾ കുറച്ച് ചെറുതായി പോയെന്ന് തോന്നുന്നില്ലേ? വല്ല സാരിയോ ചുരിദാറോ ഇട്ടാൽ മതിയായിരുന്നില്ലേ? ഇക്കാലത്ത് മരുമക്കൾ ഇത്ര ചെറിയ ഇറുകിയ വസ്ത്രങ്ങൾ എങ്ങനെയാണ് ധരിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ മരുമകൾ ഇതൊന്നും ധരിക്കില്ല. ഞാനൊന്നും ഇതുവരെ പറഞ്ഞിട്ട് പോലുമില്ല. എങ്കിലും അവർ ഇത്തരം വേഷങ്ങൾ തൊടുക പോലുമില്ല. സുമിത്രേ, നീ നിന്റെ മരുമോളെ ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ നിന്ന് വിലക്കിയില്ലേ? അത് പോട്ടെ ചേച്ചി, ഇന്നത്തെ കാലത്ത് മരുമക്കൾ ഇങ്ങനെയാണ്. അമ്മായിയമ്മ പറയുന്നത് കേൾക്കാനോ? ദീപേ, ഈ ജീൻസിന്റെ കൂടെ വല്ല കുർത്തിയിട്. ഈ ടോപ്പ് ഭയങ്കര ചെറുതാണ്. അത് ഞാനാണ് ഈ ടോപ്പ് ദീപയ്ക്ക് വാങ്ങിച്ചു കൊടുത്തത്. അവൾ ഈ ടോപ്പ് ധരിക്കുന്നതിൽ എന്താ തെറ്റ്? ഈ ടോപ്പ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണുണ്ടായത്? അമ്മായി, നിങ്ങൾക്കോ? നവീൻ പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ അവന്റെ അച്ഛൻ അവിടേക്കെത്തുന്നു. നമ്മൾ നാളെ ഗ്രാമത്തിലേക്ക് പോകുന്നു. എല്ലാവർക്കും പുതുപ്പെണ്ണിനെ കാണാൻ ആഗ്രഹമുണ്ട്. ചേട്ടന്റെ കടയിൽ നിന്ന് ഫോൺ കോൾ വന്നിരുന്നു. പുതിയ മരുമകളെ കൂടെ കൊണ്ടുവരണമെന്ന് സ്പെഷ്യലായി പറഞ്ഞിട്ടുണ്ട്. എനിക്കും അവിടെ നിന്ന് ഫോൺ കോൾ ലഭിച്ചിരുന്നു. എങ്കിൽ നാളെ നമ്മൾക്ക് എല്ലാവർക്കും കൂടെ ഗ്രാമത്തിലേക്ക് പോകാം. മരുമോളെ, എന്നാൽ നീ ഗ്രാമത്തിലേക്ക് പോകാൻ തയ്യാറായിക്കോളൂ. അവിടെ നമുക്ക് ഒരുപാട് ബന്ധുക്കളുണ്ട്. എന്റെ അമ്മായിയമ്മ, അതായത് നിന്റെ മുത്തശ്ശി, എല്ലാവരും ഉണ്ട് അവിടെ. ദീപയും നവീനും പുറത്തേക്ക് പോയി. എന്നെ പിന്തുണച്ചതിന് നന്ദി നവീൻജി. ഇതെന്റെ കടമയാണ്. വിവാഹത്തിന് വാക്ക് തരുമ്പോൾ എന്നും നിന്നോടൊപ്പം നിൽക്കാമെന്ന് ഞാനും വാക്ക് നൽകിയിരുന്നു. ഗ്രാമത്തിൽ ആരൊക്കെയാണുള്ളത്? ഇതുവരെ ഇവിടെ തന്നെ ഞാൻ ഒരുപാട് അമ്മായിയമ്മമാരെ കണ്ടു. അവിടെ ഇനി ആരെയൊക്കെ കാണേണ്ടി വരുമെന്ന് എനിക്ക് അറിയില്ല. അതെ, ഗ്രാമത്തിൽ ഒരുപാട് പേരുണ്ട്. മുത്തശ്ശിയും മുതുമുത്തശ്ശിയും അവരുടെ സഹോദരിമാരും. കുറച്ചു ദിവസത്തേക്ക് നീ അവരെയൊക്കെ ഒന്ന് സഹിക്കേണ്ടി വരും. അടുത്ത ദിവസം തന്നെ ദീപ മുഴുവൻ കുടുംബത്തോടൊപ്പം തന്റെ ഭർത്താവിന്റെ ഗ്രാമത്തിലുള്ള കുടുംബ വീട്ടിലെത്തി. ഗ്രാമത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ദീപ കരുതിയത്. പക്ഷേ ദീപയ്ക്ക് ഗ്രാമത്തിൽ അവൾ ഒട്ടും സങ്കല്പിച്ചിട്ടില്ലാത്തത്ര സ്നേഹമാണ് ലഭിച്ചത്. ഗ്രാമത്തിൽ ദീപയുടെ മുത്തശ്ശിയും മുതുമുത്തശ്ശിയും അവരുടെ 10-12 സഹോദരിമാരും ഉണ്ടായിരുന്നു. അതിനു പുറമെ സഹോദരിമാരും നാത്തൂന്മാരും അവരുടെ അമ്മായിയമ്മമാരും. ദീപമോളെ, നീ എണ്ണി വെച്ചോളൂ. 1ഉം 2ഉമല്ല, 100 അമ്മായിയമ്മമാരുള്ള ഒരു വീടാണ് നിന്റേതെന്ന് നീ മനസ്സിലാക്കണം. എല്ലാവരും നിന്നെ ഒരുപോലെ സ്നേഹിക്കും. ഇവിടെ എല്ലാവരും വളരെ ഐക്യത്തോടെയാണ് ജീവിക്കുന്നത്. എല്ലാ കുടുംബങ്ങളും തമ്മിലും വളരെയധികം സ്നേഹത്തിലാണ്. നീ ഗ്രാമത്തിൽ നിൽക്കുന്ന അത്രയും ദിവസം നിനക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാകുകയില്ല. ശരി, ഒരു കാര്യം ചോദിക്കട്ടെ, സുമിത്ര നിന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ലല്ലോ അല്ലേ? ഞാൻ അവളുടെ അമ്മായിയമ്മ കൂടിയാണ്. എന്റെ അമ്മായിയമ്മ അവിടെ ഇരിക്കുന്നുണ്ട്, അതായത് മോളുടെ മുതുമുത്തശ്ശി. പറഞ്ഞത് വളരെ ശരിയാണ് ജാനകി. സുമിത്ര, നീ നിന്റെ മരുമകളെ മകളെ പോലെ തന്നെ കാണണം. സ്വന്തം വീട് വിട്ടല്ലേ പെൺമക്കൾ അവരുടെ അമ്മായിയമ്മയുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അവൾക്ക് ഒരു മകളോടുള്ളതുപോലെ ധാരാളം സ്നേഹവും വാത്സല്യവും ആവശ്യമാണ്. നിന്റെ മരുമകളെ നീ പൊന്നുപോലെ നോക്കണം. ഞാൻ ജാനകിക്ക് കൊടുത്തതുപോലെ, ജാനകി നിനക്ക് തന്നതുപോലെ, നിന്റെ ചേട്ടത്തിക്കും അനിയത്തിക്കും കൊടുത്തതുപോലെ. മോളെ സുമിത്രേ, നിന്റെ മരുമകൾ ദീപ വളരെ സുന്ദരിയാണ്. ഒരു മകളെ കിട്ടുന്നത് വലിയ ഭാഗ്യമാണ്. എപ്പോഴും ഒരുമയോടെ ജീവിക്കണം. മോൾക്കൊരു അനുഗ്രഹം മാത്രമേ നൽകാനുള്ളൂ. ദീപമോളെ, നീ ഈ വീട്ടിൽ എപ്പോഴും സന്തോഷമായിരിക്കണം. അല്ലേ സുമിത്ര? അങ്ങനെയല്ലേ നല്ല അമ്മായിയമ്മമാർ പറയേണ്ടത്? തന്റെ അമ്മായിയമ്മയുടെ വാക്കുകൾ കേട്ട് സുമിത്രയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ ദീപയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ദീപമോളെ, ഇനി ഈ വീട് എത്രയാണോ എന്റേത് അത്ര തന്നെ നിന്റേതു കൂടെയാണ്. ഞാൻ ഒരിക്കലും നീ ഒറ്റയ്ക്കാണെന്ന് തോന്നാൻ നിന്നെ അനുവദിക്കില്ല. ദീപമോളെ, നീ ഞങ്ങളുടെ കുടുംബത്തിലെ ഏക മരുമകളാണ്. എനിക്ക് 2 പെൺമക്കളാണുള്ളത്. നിന്റെ അമ്മായിയമ്മയ്ക്കും ഒരു മകനാണ്. നവീൻ കുടുംബത്തിലെ ഒരേ ഒരു ആൺതരിയാണ്. അവനെ ഞങ്ങൾ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ നിന്നെയും ഞങ്ങൾ എല്ലാവരും സ്നേഹിക്കും. ദീപമോളെ, നീ നിനക്ക് ഇഷ്ടമുള്ളത് ധരിച്ചോളൂ. ഇവിടെ ആരും നിന്നെ ഒന്നും പറയില്ല. നീ ഈ വീട്ടിലെ മരുമകളാണ്. എന്റെ മകൾ സുനേനയും ഇത്രയും വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും അവളെ തടഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ നിന്നെ എന്തിനു തടയണം? നീയും ഒരു മകളെപ്പോലെയാണ്. നീയും സന്തോഷവതിയായിരിക്കും മരുമോളെ. ദീപയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. ആദ്യമായി അവൾക്ക് തോന്നി അവൾ ഈ വീട്ടിലെ വെറുമൊരു മരുമകളല്ല, കുടുംബത്തിൽ അവൾക്കൊരു പ്രത്യേക സ്ഥാനമുണ്ടെന്ന്. ഗ്രാമത്തിലെ സ്ത്രീകളും ഇത് കണ്ട് പുഞ്ചിരിച്ചു. അതിലൊരാൾ പറഞ്ഞു, ദീപമോളെ, ഞാൻ നിന്റെ അമ്മായിയമ്മയാണ്. ഞാൻ ഇത്രേ പറയൂ. ഇത്രയധികം അമ്മായിയമ്മമാർ ഉള്ളപ്പോൾ അത്രയും കൂടുതൽ സ്നേഹം ലഭിക്കും. അല്ലേ സുമിത്രേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നീ പറഞ്ഞത് തികച്ചും ശരിയാണ് സാവിത്രി. എല്ലാവരുടെയും മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. കാരണം അവരുടെ മരുമകൾ ദീപയുടെ മുഖത്ത് സന്തോഷമുണ്ടായിരുന്നു.
നവീനും ദീപയെ കണ്ടു പുഞ്ചിരിച്ചു. Thanks for watching.